ഹലോ, എൻ്റെ പേര് പ്രിയങ്ക വി രോഹിത്. ഞാൻ AR സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണ ടോപ്പിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താണ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ റോള്, ഒരു പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിൻ്റെ ജീവിതത്തിലുള്ള റോൾ എന്താണെന്ന്. അപ്പോൾ എല്ലാവരും കൗൺസിലിങ്ങിന് വരുമ്പോൾ പലതരം പ്രോബ്ലംസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യം ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റ് അവർക്ക് കൊടുക്കേണ്ടത് ഇമോഷണൽ സപ്പോർട്ടാണ്. ഇനി എങ്ങനെയൊക്കെയാണ് ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ക്ലയൻറ്റ് പറയണ എല്ലാ കാര്യങ്ങളും വളരെ ക്ഷമയോടുകൂടി കേൾക്കും. ഇത് രണ്ട് രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ, ക്ലയൻറ്റിന് ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ക്ലയൻറ്റ് കുറച്ചും കൂടി പേഷ്യൻ്റായിട്ട് കാര്യങ്ങൾ കേൾക്കണം എന്ന് അയാൾക്ക് മനസ്സിലാവും. ആൻഡ് കുറച്ചും കൂടി ഇമോഷണലി എങ്ങനെയാണ് സ്ട്രോങ് ആവുമെന്ന് അയാൾക്ക് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ്, എങ്ങനെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ കോപ്പിംഗ് സ്ട്രാറ്റജി എങ്ങനെയൊക്കെയാണ് പഠിക്കുക എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ കോപ്പിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ പ്രോബ്ലംസ് എങ്ങനെയൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം, ആ സോൾവ് ചെയ്ത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കോപ്പിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ശരി, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് സാധാരണ വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലൈക്ക് നമുക്ക് കുറച്ച് ക്ഷമ വേണം, സെൽഫ് റെസ്പെക്റ്റ് വേണം, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, സെൽഫ് വാല്യൂ വേണം, സെൽഫ് വേർത്ത് വേണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരാൾ ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വന്ന് നിൽക്കുമ്പോൾ ഇതെല്ലാം അയാൾ മറന്നു പോവാണ്. ഓക്കെ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ പണ്ട് സിമ്പത്തി എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ സിമ്പത്തി കോൺസെപ്റ്റ് അല്ല, ഇപ്പം അത് മാറി എംപത്തിയാണ്. അപ്പോൾ അവനവനോട് എങ്ങനെ എംപത്തറ്റിക് ആയിട്ട് പെരുമാറാൻ പറ്റും. നമ്മൾ സ്വയം കുറച്ച് എംപത്തി ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് നമുക്ക് ആ എംപത്തി കാണിക്കാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ലവും സെൽഫ് റെസ്പെക്റ്റും എല്ലാം വേണം. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോവാണ്. മനഃപൂർവ്വം ചെയ്യുന്നതല്ല, നമ്മുടെ പ്രോബ്ലം അത്രയും ഇൻറ്റൻസ് ആയതുകൊണ്ട് മറന്നു പോണതാണ്. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് നമ്മളെ ഇതെല്ലാം ഒന്ന് റീകളക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മളൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന വേറൊരു കാര്യമുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ മറന്നു പോകും അല്ലേ? ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ടായിട്ടാണ് ഒരു പ്രശ്നം, പക്ഷേ ഫ്രണ്ടായിട്ടുള്ള പ്രശ്നം നമ്മൾ പറഞ്ഞു തീർത്താൽ ചിലപ്പോൾ അത് മാറാവുന്നതുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക, നമ്മളൊരു ഈഗോ വെച്ചിട്ട് നമ്മളത് പറയില്ല. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് എന്താ ചെയ്യുക, നമ്മളോട് കമ്മ്യൂണിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരും നമുക്ക്. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ടാണ് പ്രശ്നം അല്ലെങ്കിൽ ഫ്രണ്ടിനോട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മാറ്റാം. ഫ്രണ്ട് മാത്രമല്ല, ഫാമിലിയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓഫീസിലോ ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ സംസാരിച്ച് തീർക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി നമ്മുടേതാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഓവറോൾ വെൽബീയിങ് ആണ്. ഓക്കെ, ഓവറോൾ വെൽബീയിങ്ങിൽ നമ്മുടെ മെൻറ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ഇതും ഇൻക്ലൂഡഡ് ആണ്. ഇനി വെൽബീയിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ ഹാപ്പി അല്ല. അങ്ങനെ ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ വെൽബീയിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്കൽ ഹാപ്പിനെസ് വേണം, മെൻറ്റൽ ഹാപ്പിനെസ് വേണം, എല്ലാം നമുക്ക് വേണം. അതിനെയാണ് നമ്മൾ ഈ ഓവറോൾ വെൽബീയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് നമുക്ക് ഓവറോൾ വെൽബീയിങ് ഉണ്ടാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് കൂടാണ്ട് നമുക്ക് എന്തെങ്കിലും ലൈഫിൽ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് വരികയാണെങ്കിൽ ഫ്യൂച്ചറിൽ അതെങ്ങനെ ഓവർകം ചെയ്യണം, എന്തൊക്കെ സ്ട്രാറ്റജീസ് നമ്മൾ ഉപയോഗിക്കണം അത് ഓവർകം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ അവർ പറഞ്ഞു തരും. ഈ സ്ട്രാറ്റജീസിലെല്ലാം പെടുന്നതാണ് നമ്മൾ പൊതുവേ കേൾക്കുന്ന തെറാപ്പീസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അതിൽ CBT എന്നും റിലാക്സേഷൻ തെറാപ്പി എന്നും ടോക്കിംഗ് തെറാപ്പി എന്നും എല്ലാം നമ്മൾ കുറേ ഫാൻസി പേരുകളിട്ട് നമ്മൾ വിളിക്കുന്നുണ്ട്. പക്ഷെ അതിലത്തെ ഒരു ബേസിക് കണ്ടൻറ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഓവറോൾ വെൽബീയിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്തെങ്കിലും ബിഹേവിയറിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അവർ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും. പിന്നെ എന്തെങ്കിലും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ബിഹേവിയർ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്സ് വെച്ചത് കട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരാൾ ഭയങ്കര എന്താ പറയുക, അഡിക്റ്റീവാണ്, ചെയിൻ സ്മോക്കറാണ്. അപ്പോൾ ഒരിക്കലും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ പറയില്ല നിങ്ങൾ പിറ്റേ ദിവസം അത് നിർത്തണമെന്നോ അല്ലെങ്കിൽ ഇപ്പം നിർത്തണമെന്നോ അവർ പറയില്ല. ഇപ്പോഴും അവരെന്താ സജസ്റ്റ് ചെയ്യുക, നമ്മൾ നിർത്തണം ഇത്, പക്ഷേ പതുക്കെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനും മെൻറ്റൽ ഹെൽത്തിനും ബാധിക്കാത്ത രീതിയിൽ അവർ ഇന്ന ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇത്രയും ദിവസം നിങ്ങൾക്ക് ഇത്രയും എമൗണ്ട് വലിക്കാം, മേ ബി നെക്സ്റ്റ് വീക്ക് അത് കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു പ്രോബ്ലമാണ്, അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നത് ബിഹേവിയർ നമ്മുടെ മാറ്റി കൊണ്ടുവന്ന് ആ ഒരു ഇഷ്യൂ മാറ്റാനായിട്ട് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ ഈ ഒരു 2025
ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും ഉള്ള പോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ തെറാപ്പിസ്റ്റും. ശരിയാണ്, അവർ നമ്മുടെ അടുത്ത് നിന്ന് പേയ്മെൻറ്റ് വാങ്ങിക്കുന്നുണ്ട്, ഈ പറഞ്ഞ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ പേയ്മെൻറ്റൊക്കെ വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഒരു തെറാപ്പിസ്റ്റ് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ പറഞ്ഞ ഫാമിലീനെയോ അപ്രോച്ച് ചെയ്യുന്ന പോലെ നിങ്ങളുടെ തെറാപ്പിസ്റ്റിനെ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഒരു എന്താ പറയുക, സോ കോൾഡ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡിൽ പറയുന്ന പോലെ BFF കോൺസെപ്റ്റാണ് തെറാപ്പിസ്റ്റായിട്ട്. സോ ഇഫ് യു ആർ ഗോയിങ് ഫോർ എ തെറാപ്പി, ഒരു തെറാപ്പിക്ക് നിങ്ങൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നുണ്ട്, മെഡിസിൻസ് എടുക്കുന്നുണ്ട്, അതൊരു ഞാൻ എപ്പോഴും പറയുന്ന ഒരു ടാബു ആയിട്ട് എടുക്കാണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരാളാണത്, നിങ്ങളുടെ ലൈഫിലെ ഈ ഫ്രണ്ടും ഫാമിലി പോലൊരു മെമ്പറാണെന്ന് കൺസിഡർ ചെയ്യുക ആൻഡ് തെറാപ്പി സെഷൻസായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.